സഹോദരങ്ങളെ, നമുക്കറിയാം, നമസ്കാരം സ്വീകാര്യമാകണമെങ്കിൽ വുളൂ ആവശ്യമാണെന്ന് അറിയുന്നവരാണ്. എന്നാൽ നമുക്ക് വുളൂ ചെയ്യാൻ വെള്ളവും ആവശ്യമാണെങ്കിൽ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഈ സാഹചര്യങ്ങളിൽ വുളൂവിന് പകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലവും അതുപോലെ അല്ലാഹുവും നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് തയമ്മം ചെയ്യുക എന്നുള്ളത്. നമ്മൾ തയമ്മത്തെ കുറിച്ചൊക്കെ അറിയുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയുടെ 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിലും അതുപോലെ സൂറത്ത് നിസാഇന്റെ 58-ാമത്തെ വചനത്തിലുമൊക്കെ അല്ലാഹു ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ തയമ്മം ചെയ്യാൻ വേണ്ടിയുള്ള സന്ദർഭങ്ങൾ എപ്പോഴൊക്കെയാണ് എന്നും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അല്ലാഹു പറയുകയാണ്, വഇൻ കുൻതും മർലാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിദി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മഅ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ. അല്ലാഹു പറയാണ്, വഇൻ കുൻതും മർലാ, നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ, നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിദ്, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്തതിനു ശേഷം വരുന്നവരാണെങ്കിൽ, ഔ ലാമസ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ, ഫലം തജിദൂ മഅ, എന്നിട്ട് നിങ്ങൾ വെള്ളം കിട്ടിയില്ല എങ്കിൽ, വെള്ളം കണ്ടില്ല എങ്കിൽ, ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ, നിങ്ങൾ ശുദ്ധമായ ഭൂമുഖം തേടിക്കൊള്ളുക എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വഇൻ കുൻതും മർള, അല്ലാഹു പറയാണ്, നിങ്ങൾ രോഗികളാണ് എങ്കിൽ. അപ്പൊ രോഗിയായ മനുഷ്യന് തയമ്മം ചെയ്യാം. ഏതവസ്ഥയിൽ? ആ രോഗം അയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഉപയോഗിച്ചാൽ അത് ഈ തയമ്മം എന്നുള്ളത് വുളുവിന് മാത്രമുള്ളതല്ല, കുളിക്കും കൂടിയുള്ളതാണ്. അപ്പോ ആ ഒരാൾക്ക് കുളിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, അയാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് കുളിക്കാൻ പറ്റില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളമുണ്ടെങ്കിൽ പോലും അയാൾ തയമ്മം ചെയ്താൽ മതി. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തില് ഒരു മനുഷ്യന്റെ തല പൊട്ടുകയും അതിന് അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടാകുകയും ചെയ്തപ്പോ കുളിക്കാൻ കൂടെയുള്ള ആളുകൾ പറഞ്ഞപ്പോ അയാൾ കുളിക്കുകയും മരിക്കുകയും ചെയ്ത സമയത്ത്, അതിന്റെ പേരിൽ മരണം സംഭവിക്കുകയും ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞത്, അയാൾക്ക് തയമ്മം മതിയാകുമായിരുന്നല്ലോ, തയമ്മം ചെയ്താൽ മതിയാകുമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ രോഗിയാണെങ്കിൽ വെള്ളമുണ്ടെങ്കിലും അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. അതുപോലെ രോഗിയാകുമെന്നൊരവസ്ഥ, ഞാനത് വെള്ളം ഉപയോഗിച്ചാൽ രോഗിയാകുമെന്നൊരവസ്ഥ വന്നാലും അയാൾക്കും എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സമുദായത്തിന് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് തയമ്മം. അപ്പോ രോഗിയാകും എന്നുള്ളത് എന്താണ്? മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് ആളുകളുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം ഉണ്ടായി, വലിയ ശുദ്ധി ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് വല്ലാത്ത തണുപ്പ്, ഒരു നിവൃത്തിയില്ലാത്ത കടുത്ത തണുപ്പാണ്. അപ്പോ കുളിക്കാൻ ഈ വെള്ളം ഉപയോഗിച്ചാൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് പോലും ഭയപ്പെട്ട അത്രയേറെ തണുപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം തയമ്മം ചെയ്തു. പിറ്റേ ദിവസം സുബീക്ക് അദ്ദേഹം ഈ കൂടെയുള്ള ആളുകൾക്ക് ഇമാമായി നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ വലിയ ശുദ്ധി ഉണ്ടായി, ഞാൻ തയമ്മം ചെയ്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കളായ ആളുകൾ നബിയുടെ അടുക്കൽ വന്നപ്പോൾ ഈ വിവരം പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, നീ ജനാബത്തുകാരനായിക്കൊണ്ട് ഇങ്ങനെ സമൂഹത്തിന് ഇമാമായി നമസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, ഓ പ്രവാചകരെ, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ ബിക്കും റഹീമ എന്നൊരു ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. നിങ്ങളെ തന്നെ കൊല്ലരുത് എന്നുണ്ടല്ലോ. അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. അതുകൊണ്ട് എന്നോട് കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ തണുപ്പിൽ ഞാനെങ്ങാനും കുളിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ടാകുന്നത് കൊണ്ട് ഞാൻ തയമ്മം ചെയ്താണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖുൽ ഷൈഅ, അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുകയും ഒന്നും പറഞ്ഞില്ല. ചിരിച്ചു റസൂലിനോട് ഈ ന്യായം പറഞ്ഞപ്പോൾ റസൂല് പോയി ചിരിച്ചു പോയി എന്ന് ആ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ വെള്ളം ഉപയോഗിച്ചാൽ രോഗിയാകും എന്ന് ഭയപ്പെടുമ്പോഴും നമുക്ക് തയമ്മം ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാല സഫരിൻ, യാത്രക്കാരാണെങ്കിൽ ഈ ആയത്തിറങ്ങാനുള്ള സബബുൻ നുസൂൽ യാത്രയുമായി ബന്ധപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട സംഭവമാണ്, ഇവിടെ വിശദീകരിക്കുന്നില്ല. അവിടെ യാത്രക്കാരായ ആളുകൾ വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് വന്നാൽ അവർക്കും എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. ഇനി വെള്ളം അവരുടെ കയ്യിൽ കുറച്ചുണ്ട്, അത് കുടിക്കാൻ മാത്രമേ തികയുള്ളൂ.
ഒതുവെടുത്താൽ ആ വെള്ളം തീർന്നാൽ പിന്നെ അത് പ്രശ്നമാകും. ആ അവസ്ഥയിലും അവരെ സംബന്ധിച്ചിടത്തോളം തയമ്മം ചെയ്താൽ മതി, ആ വെള്ളം അവർക്ക് ഉപയോഗിക്കാമെന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം വന്നാൽ, നമ്മൾ പോയി കഴിഞ്ഞാൽ ചെറിയ അശുദ്ധി ഉണ്ടായ ഒതുവ് ചെയ്യുമ്പോൾ അപ്പോഴും വെള്ളമില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തയമ്മം ചെയ്യാം. സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നാല്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രോഗിയായ സമയത്താണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള സമയത്താണെങ്കിൽ അയാള് വലിയ അശുദ്ധിയുടെ കുളി കുളിക്കണം. വലിയ അശുദ്ധിയുടെ കുളി കുളിക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്താൽ മതി? തയമ്മം ചെയ്താൽ മതി. അപ്പോഴും തയമ്മം ചെയ്താൽ മതി. ഫലം തജിദൂ മാഅ, വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ശുദ്ധമായ ഭൂമുഖം തേടിക്കൊള്ളുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് തയമ്മം ചെയ്യാമെന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.